കുറേ നാളിന് ശേഷമാണ് ഞാൻ സുനിൽ സാറിനോടൊപ്പം ഒരു ടോക്കിലിരിക്കുന്നത്. അത് ഇന്ന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയത്തെക്കുറിച്ചായതുകൊണ്ട്, ഏറ്റവും അഭിമാനകരമായ ഒരു സമയമായതുകൊണ്ടും ഈ ടോക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റാണയെ അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൊച്ചിയുമായി റാണയ്ക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്. ഒരു സ്ത്രീയുടെ പേരും ഒക്കെ ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്നുമുണ്ട്. എന്താണ് റാണയ്ക്ക് കൊച്ചിയിൽ കാര്യം? റാണയ്ക്ക് കൊച്ചിയിൽ എന്താണ് കാര്യം എന്നുള്ളത് ഇത് പുറത്തു വരാനിരിക്കുന്നു. റാണ എന്തായാലും കൊച്ചിയിൽ വന്നിട്ടുണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. നമ്മുടെ കേരള പോലീസിൻ്റെ മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ സംഘത്തിലുണ്ടായിരുന്നു, NIA അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു, ഞാൻ റാണയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാണ പറഞ്ഞു കൊച്ചിയിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊച്ചിയിൽ ദേശീയ ഏജൻസികളുടെ പക്കലുള്ള വിവരം നമ്മുടെ മുംബൈ സ്ഫോടനം നടക്കുന്ന 2008 സെപ്റ്റംബർ 26-നാണ്. 2008 നവംബർ 26-നാണ്. നവംബർ 26-നാണ് ഈ മുംബൈ ഭീകരാക്രമണം നടക്കുന്നു. 166 പേരെ ഭീകരവാദികൾ 10 പേർ പാകിസ്ഥാനിൽ നിന്ന് ബോട്ട് വഴി വന്നവർ വെടിവെച്ച് വന്നത്. അതിന് 10 ദിവസം മുമ്പാണ് റാണ കൊച്ചിയിൽ വന്നത്. 10 ദിവസം എന്ന് പറയുമ്പോൾ 26-ാം തീയതി ഭീകരാക്രമണം ഉണ്ടാവുന്നു. അതിൻ്റെ 10 ദിവസം എന്ന് പറയുമ്പോൾ നവംബർ 16 നവംബർ 16-ാം തീയതി കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ എവിടെ താമസിച്ചു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസല്ല, ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. അത് മറൈൻ ഡ്രൈവിലുള്ള താജ് ഹോട്ടലിലാണ്. കൊച്ചിയിലെ താജ് ഹോട്ടലിലാണ് റാണ താമസിച്ചത്. അതായത് എമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് എന്ന പേരിൽ വിസിറ്റിൻ്റെ പർപ്പസ് ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അവിടെ വന്നിപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം, റാണ ഇവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം താമസിച്ചുള്ളൂ. റാണയുടെ കൂടെ ഒരു യുവതി ഉണ്ടായിരുന്നു. ആ യുവതി ആരാണെന്ന് നോക്കുമ്പോൾ ഏതോ ചില മാധ്യമങ്ങളിലൊക്കെ ഭാര്യയാണെന്നൊക്കെ പറയുന്നു. ഭാര്യ അല്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. കാരണം റാണ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഇയാൾ കാനഡ പൗരനാണ്. കാനഡ പൗരനല്ല, പാകിസ്ഥാനിൽ ജനിച്ചു. 1990 മറ്റോ കാനഡയിലേക്ക് പോയി കനേഡിയൻ സിറ്റിസൺഷിപ്പ് എടുത്ത ആളാണ്. പാകിസ്ഥാൻ ഇന്നലെ നിഷേധിച്ചിട്ടുമുണ്ട്, ഞങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല, 20 വർഷമായിട്ട് ഞങ്ങളുടെ പൗരനല്ല എന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം റാണയെ പിടികൂടിയത് പാകിസ്ഥാൻ വലിയ അടിയാണ്. അപ്പോൾ അയാളുടെ ഭാര്യ വന്നതായിട്ട് രേഖകളിൽ ഭാര്യ വന്നതായിട്ടില്ല എന്ന് പറയാൻ കാരണം മുംബൈയിലെ തന്നെ പൊവൈ എന്ന് പറയുന്ന സ്ഥലത്ത്, POWAI പൊവൈ എന്ന് പറയുന്ന സ്ഥലത്തെ ഹോട്ടലിൽ ഇയാൾ താമസിച്ചിരുന്നത്. അവിടെ തനിച്ചായിരുന്നു. അവിടെ നിന്ന് ആഗ്രയ്ക്ക് പോയിട്ടുണ്ട്, ഹാപ്പൂരിൽ പോയിട്ടുണ്ട്, പിന്നീടാണ് കൊച്ചിയിൽ വന്നത്. ഈ സ്ഥലങ്ങളിലൊന്നും ഈ പറയുന്ന കൊച്ചി ഒഴികെയുള്ള ഈ പൊവൈ, ആഗ്ര, ഹാപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ റാണ വന്ന് താമസിക്കുന്നതിന് സമയത്തൊന്നും ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ മാത്രം ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഭാര്യ ആകാശത്ത് പൊട്ടി മുളച്ചതൊന്നുമല്ല. അപ്പോൾ ഒരു സ്ത്രീ അന്ന് പകൽ അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നവംബർ 26-നാണ് ഈ മുംബൈ ഭീകരാക്രമണം നടക്കുന്നത്. അതിന് തൊട്ട് തലേ മാസം ഒക്ടോബറിൽ ഒരു സംഭവം കാശ്മീരിൽ നടത്തുന്നത്. കാശ്മീരിലെ കുപ്വാര എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് തീവ്രവാദികൾ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു. 6 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ സാധാരണ അവിടെ തീവ്രവാദികളായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സൈന്യം വെടിവെച്ചു വന്നാൽ ഇവരെ പരിശോധിച്ചിട്ട് ഇവിടെ ഐഡൻറ്റിറ്റി ഒക്കെ നോക്കുമ്പോൾ മിക്കവാറും ആരായിരിക്കും എന്നറിയോ? പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി POK വഴിയൊക്കെ നുഴഞ്ഞു കയറി വന്നവരായിരിക്കും. പക്ഷേ അത് അന്ന് കുപ്വാരയിൽ ഒക്ടോബറിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ മലയാളികൾ ഉണ്ടായിരുന്നു. നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ പട്ടാളത്തോട് മലയാളി ഭീകരന്മാർ ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു. ആ സംഭവം ആളുകൾ മറന്നിരിക്കുക. ഒക്ടോബറിൽ അത് നടക്കുന്നു, നവംബറിൽ മുംബൈ ഭീകരാക്രമണം നടത്തുന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസം റാണ കൊച്ചിയിൽ വരുന്നു. ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പം കൊച്ചിയുമായി ബന്ധപ്പെട്ട എന്തോ ചില ഓപ്പറേഷൻസ് ഇവരാലോചിച്ചിരുന്നു. ഈ ഒരു സ്ത്രീ സാന്നിധ്യം പറയുമ്പോൾ തന്നെ ഒരു മലയാളി നടിയുമായി ഇയാൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ധന്യ ഓർക്കുന്നുണ്ടാവും, കേരളത്തിലെ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിലെ ചെറുപ്പക്കാരനായ ഉടമയുടെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ വന്നിരുന്നു. കുറേ ഈ കേരളത്തിലെ ഒരു ജില്ലയിലെ ഒരു റിസോർട്ടിലുണ്ടായിരുന്ന ഇറാനിയൻ സുന്ദരിമാരെ കാണാൻ പോകുന്ന വഴിക്കാണ് കൊല്ലപ്പെട്ടത്. ഇറാനിയൻ സുന്ദരിമാരെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു മുന്തിയ SUV കാറിൽ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടി, ആ കാലത്ത് ഹിറ്റായ ഒരു സിനിമയിലെ നായിക ഉണ്ടായിരുന്നു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു.
അപ്പോൾ ഇങ്ങനെ ഒരു ഈ വിവാദമാകുന്ന ബിസിനസ് രംഗത്തെ കൊലപാതകം, അല്ലെങ്കിൽ നൊട്ടോറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മയക്കുമരുന്ന് ഇടപാട്, അല്ലെങ്കിൽ ഭീകരവാദം ഒക്കെ പറയുമ്പോൾ സുന്ദരിമാർ സ്വാഭാവികമായും കടന്നു വരും. അതിൽ സുന്ദരിമാരെന്ന് പറയുമ്പോൾ സുന്ദരിമാർക്കൊരു പഞ്ചും ആളുകൾക്ക് കേൾക്കുന്നവർക്ക് ഒരു ഉണർവും ഒക്കെ കിട്ടാൻ ഒരു നടി എന്നുകൂടി പറയുമ്പോൾ പിന്നെ ഒരുപാട് കഥകൾക്ക് സ്കോപ്പുണ്ട്. ഏതായാലും ഒരു സുന്ദരി ഉണ്ടായിരുന്നു, ഒരു യുവതി ഉണ്ടായിരുന്നു. സുന്ദരിയാണോ എന്നറിയില്ല, എല്ലാ ആർട്ടിസ്റ്റ് നമ്പൂതിരി പറഞ്ഞിട്ടുണ്ടേ. അദ്ദേഹം വരയ്ക്കുന്ന ഇത് എല്ലാം കലാകുമുദിൽ നമ്മുടെ രണ്ടാം കൂടത്തിൻ്റെ ഒക്കെ വര വന്നില്ലേ. അപ്പോൾ നമ്പൂതിരിയോട് ആരോ ചോദിച്ചു, അങ്ങ് വരയ്ക്കുന്നതെല്ലാം സുന്ദരിമാരാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എല്ലാ സ്ത്രീകളും സുന്ദരിമാരാണെന്നാണ്. എന്ന് പറയുന്ന പോലെ എല്ലാ സ്ത്രീകളും സുന്ദരിമാരാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സിൻ്റെ സൗന്ദര്യം ഉണ്ടേ, അറിയാലോ. തന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സുന്ദരിയാണെന്ന് പറയുന്നത് പോലെ എല്ലാവരും സുന്ദരിയും. എല്ലാ സ്ത്രീകളെയും നമ്മൾ ബഹുമാനിക്കണം. എല്ലാ സ്ത്രീകളും നമുക്ക് സഹോദരിമാരും അമ്മമാരും ഒക്കെയാണ്. സ്ത്രീകളെ പൂജിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാഥമികമായ കടമയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഒരു യുവതി ഉണ്ടായിരുന്നു. ആ യുവതി ഇപ്പോൾ സിനിമ നടിയായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം സംഘടനകളുമായി ബന്ധമുള്ളവരായിരിക്കാം. അങ്ങനെ ആരോ ഉണ്ടായിരുന്നു. അതാരാണെന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇനി പറയും. എന്തായാലും റാണയെ കൊണ്ടുവന്നു. ഇനി റാണയെ 20 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് NIA പട്യാല കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ റാണയെ കസ്റ്റഡിയിൽ കിട്ടും. റാണയെ ഈ സ്ഫോടനം നടന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും. ഛത്രപതി ശിവാജി ടെർമിനസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, താജ് മലബാറിൽ കൊണ്ടുപോകും, ബോംബെയിലെ ട്രൈഡൻറ്റിൽ കൊണ്ടുപോകും. കാരണം അവിടെയൊക്കെ ഇയാൾ നേരത്തെ തന്നെ സന്ദർശനം നടത്തി അതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്സും ഗ്രാഫുകളും ബ്ലൂ പ്രിൻറ്റും ഒക്കെ ഉണ്ടാക്കി ഈ ഭീകരന്മാർക്ക് കൊടുത്തിരുന്നു. അത് വെച്ചിട്ടാണ് കൃത്യമായ സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് ഇവർ പോയി ആക്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഇയാൾ പോയ സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പിന് വേണ്ടി റാണയെ കൊണ്ടുവരുമ്പോൾ റാണയെ ഉറപ്പായിട്ടും കൊച്ചിയിൽ കൊണ്ടുവരും. കൊച്ചിയിൽ കൊണ്ടുവരും. കൊച്ചിയിൽ അന്നത്തെ ആ ദിവസങ്ങളിലെ CCTV ക്യാമറയൊക്കെ താജ് ഹോട്ടലിൽ ഉണ്ടോ എന്നറിയില്ല. അത് ചിലപ്പോൾ പരിശോധിക്കുമായിരിക്കാം. ഒരുപക്ഷെ ആ സ്ത്രീയുടെ ചിത്രം അന്ന് കണ്ടെത്താനോ റിട്രീവ് ചെയ്യാനോ പറ്റിയാൽ ഒരുപക്ഷെ ആ സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ കഴിയും. ഏതായാലും ഭാര്യയല്ല, ബന്ധുവല്ല. കാരണം ആഗ്രയിലും ഹാപ്പൂറിനും ഒക്കെ പോയപ്പോൾ സ്ത്രീ ഉണ്ടായിരുന്നില്ല. പവയിൽ താമസിക്കുമ്പോഴും ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ വന്നപ്പോൾ മാത്രം എങ്ങനെ ഒരു സ്ത്രീയെ കിട്ടി. മാത്രമല്ല റാണയും നമ്മുടെ ഡേവിഡ് ഹെഡ്ലി ഉണ്ടല്ലോ, കോൾമാൻ ഹെഡ്ലി, അയാളുടെ പേര് ദാവൂദ് ഗിലാനി എന്നാണ് ശരിക്കുള്ള പേര്. ഹെഡ്ലി എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ദാവൂദ് ഗിലാനി. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്, മിലിറ്ററി സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഈ റാണ ആർമിയിലെ ക്യാപ്റ്റനാണ്, പട്ടാളക്കാരനാണ്. പാകിസ്ഥാൻ ആർമിയിലെ ക്യാപ്റ്റനായിരുന്നു, മെഡിക്കൽ കോറിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഈ കറാച്ചി പ്രൊജക്റ്റ് എന്നൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. 2 പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി. ഒന്ന് മിക്കി മൗസ് പ്രൊജക്റ്റും ഒന്ന് കറാച്ചി പ്രൊജക്റ്റും. കറാച്ചി പ്രൊജക്റ്റിലൂടെയാണ് ഇവർ പ്ലാൻ ചെയ്തത്. ഒന്ന് മുംബൈ ഭീകരാക്രമണം നടത്തുക, 2 ജർമ്മൻ ബേക്കറി, പൂനെയിലെ ജർമ്മൻ ബേക്കറി ആക്രമണം നടത്തുക. ഇതാണ് കറാച്ചി പ്രൊജക്റ്റിൽ പാകിസ്ഥാൻ പട്ടാളം, പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISI, ലഷ്കർ-ഇ തയ്ബ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ എമ്പുരാനിലെ ലഷ്കറിൽ നിന്ന് പരിശീലനം കിട്ടിയ ആളാണല്ലോ പൃഥ്വി, അത് ISI, ലഷ്കർ-ഇ തയ്ബ, പിന്നെ റാണ, ഹെഡ്ലി എല്ലാവരും കൂടെ ചേർന്നുള്ള യോഗത്തിൽ തീരുമാനിച്ചാണ് 2 ഓപ്പറേഷൻസ്. ഒന്ന് ഈ കറാച്ചി പ്രൊജക്റ്റ് അവർ നടപ്പാക്കി. മുംബൈ ഭീകരാക്രമണവും പൂനെയിലെ ജർമ്മൻ ബേക്കറി ആക്രമണം. രണ്ടാമത്തെ മിക്കി മൗസ് എന്ന് പറയുന്നത് ഒരു ഡച്ച് പത്രത്തിൽ, ജൈലാൻഡ്സ് പോസ്റ്റൻ എന്ന് പറയുന്നൊരു പത്രത്തിൽ, ഡാനിഷ് പത്രമാണ്, ഡാനിഷ് പത്രത്തിൽ പ്രവാചകൻ്റെ ചിത്രം വരച്ചു എന്ന് പറഞ്ഞ് ഈ പത്രത്തിൻ്റെ ഓഫീസ് ആക്രമിക്കണം എന്നും തീരുമാനിച്ചു. അങ്ങനെ 2 പ്രൊജക്റ്റുകൾ പാകിസ്ഥാനിൽ വെച്ച് ഇവർ തീരുമാനിച്ചിരുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ, ഫ്രാൻസിലെ ചാർലി എബ്ദോ എന്ന് പറയുന്നൊരു പത്രം ഈ പറയുന്ന പോലെ പ്രവാചകൻ്റെ മുഹമ്മദ് നബിയുടെ ഒരു പടം വരച്ചു എന്ന് പറഞ്ഞ് അവിടേക്ക് മുസ്ലാമിക ഭീകരവാദികൾ കയറി ചെന്ന് ആക്രമണം നടത്തി അവിടുത്തെ കുറേ ആളുകൾ വെടിവെച്ചു വന്നിരുന്നു. സമാനമായൊരു ആക്രമണം നടത്താനായിരുന്നു ഇവിടെ ഡാനിഷ് പത്രത്തിൽ ഇവർ തീരുമാനിച്ചത്. പക്ഷേ ഇവരുടെ ആ ഓപ്പറേഷൻ മാത്രം നടന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് നമ്മൾ ഈ തെളിവുകളൊക്കെ ഹാജരാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഒരാളെ ജീവനോടെ പിടിക്കാൻ പറ്റി, അജ്മൽ കസബിനെ. അജ്മൽ കസബാണ് ഇയാളുടെ പാകിസ്ഥാൻ ബന്ധം പറയുകയും റാണയുടെയും ഹെഡ്ലിയുടെയും പേര് പറയുകയും ചെയ്തു. അങ്ങനെ വല്ലാതെ പ്രതിസന്ധിയിലായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിന് പോലും അജ്മൽ കസബ് പാകിസ്ഥാനിയായിരുന്നു സമ്മതിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ റാണയെ നമുക്കിപ്പോൾ കിട്ടുമ്പോൾ ഇനി ഇയാളെ ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. അന്ന് ധന്യയുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ആ സുന്ദരി ആരായിരുന്നു, അവർ മലയാളിയായിരുന്നു, സിനിമാ നടിയായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ. അതുവരെ നമുക്കൊന്ന് കാത്തിരുന്നൂടെ?